ഹലോ എവരി വൺ. സോ നമ്മുടെ MTSEയുടെ ഫസ്റ്റ് ലെവലെല്ലാം കഴിഞ്ഞിട്ട് അതിൽ ക്വാളിഫൈ ചെയ്ത് ഇനി സെക്കൻഡ് ലെവലിലോട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് MTSEയുടെ തന്നെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും കൂടെ ഡിസ്കസ് ചെയ്യുക, എന്നിട്ട് അതിലൂടെ ആ ഒരു കോൺസെപ്റ്റ്സ് ഒന്നും കൂടെ റിഫ്രഷ് ചെയ്തിട്ട് നമുക്ക് സ്റ്റേജ് 2 എങ്ങനെയാണോ പ്രിപ്പയർ ചെയ്യാൻ പറ്റുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ഇതിൽ വന്നിട്ടുള്ള നിങ്ങളുടെ സ്റ്റേജ് 1 വന്നിട്ടുള്ള പല ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യും. എന്നിട്ട് അതിലൂടെ സ്വാഭാവികമായിട്ടും അതിന് തന്നെ നെക്സ്റ്റ് ലെവലിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് സ്റ്റേജ് 2 വരിക. ഒരിക്കലും പുതിയ തിയറിയോ അല്ലെങ്കിൽ ഇതുവരെ പഠിക്കാത്ത കാര്യങ്ങളോ ഒന്നുമല്ല, നമ്മൾ പഠിച്ചിട്ടുള്ള സെയിം കാര്യങ്ങൾ തന്നെ ഒന്നുകൂടി അഡ്വാൻസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് വരിക. അപ്പോൾ ഇതുവരെയുള്ള അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒന്ന് അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ നെക്സ്റ്റ് ലെവലിലോട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ് എല്ലായ്പ്പോഴും ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. ദ ലെങ്ത്, ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഓഫ് എ ബ്രിക്ക് ആർ 20 സെൻറ്റിമീറ്റർ, 10 സെൻറ്റിമീറ്റർ ആൻഡ് 7 സെൻറ്റിമീറ്റർ റെസ്പെക്റ്റീവ്ലി. ദ ടോട്ടൽ ലെങ്ത് ഓഫ് ഓൾ ഇറ്റ്സ് എഡ്ജസ് ഈസ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു ബ്രിക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ക്യൂബോയിഡ് ഷേപ്പാണ്, ലെങ്ത് ഉണ്ട്, ബ്രെഡ്ത്ത് ഉണ്ട്, ഹൈറ്റ് ഉണ്ട്. ഏതൊരു ക്യൂബോയിഡിൻ്റെയും എല്ലാ എഡ്ജസിൻ്റെയും ലെങ്ത്തുകൾ ആഡ് ചെയ്തിട്ട് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും. ജസ്റ്റ് ഈ ഒരു ഫോർമുല ഓർത്ത് വെച്ചാൽ മതി. 4 × L + B + H ആണ്. ഓക്കെ, 4 × L + B + H. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ലെങ്ത് എടുത്ത് നോക്കുകയാണെങ്കിൽ 4 ലെങ്ത്തുകൾ അവിടെ ഉണ്ടാവും, ബ്രെഡ്ത്ത് എടുത്ത് നോക്കുകയാണെങ്കിൽ 4 ബ്രെഡ്ത്തുകൾ ഉണ്ടാവും, ഹൈറ്റ് എടുക്കുകയാണെങ്കിൽ 4 ഹൈറ്റുകൾ ഉണ്ടാവും. സോ ഇവരെ ഓരോരുത്തരും ഇൻഡിവിജ്വലി ആഡ് ചെയ്തത് എന്തിന് ഈക്വൽ ആണ്? അവരുടെ സമ്മ്, ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും സമ്മ് ചെയ്തിട്ട് അതിനെ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇവിടുത്തെ കേസിൽ 4 × ഇവിടെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ആണ്, പ്ലസ് ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ 10 ആണ്, പ്ലസ് ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 ആണ്. ഓക്കെ, സോ 4 × 20 + 10 എന്ന് വരും 30, 30 + 7 37 എന്ന് വരും. സോ 4 × 37 എന്ന് വരും അല്ലേ. 4 × 37 എന്താ വരിക? നിങ്ങൾക്ക് ഓപ്ഷൻ നോക്കിയിട്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യാതെ നിങ്ങൾക്ക് പറയാൻ പറ്റും അത് ഓപ്ഷൻ എ ആണ് ആൻസർ വരിക എന്നുള്ളത്. കാരണം എന്താ, നിങ്ങൾ 37നെ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 37 × 4 ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് വരാൻ പോകുന്നത് 4 × 7 28 ആണ്. സോ 8 നമ്മൾ എഴുതും, എന്നിട്ട് 2 ആണ് എക്സ്ട്രാ വരിക. അപ്പോൾ ബാക്കി പിന്നെ 3 × 4 12ഉം ആ ബാക്കിയുള്ള 2ഉം കൂടി 12 + 2 14 എന്നിങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 148 എന്നുള്ള ആൻസർ കിട്ടും. പക്ഷേ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാതെ ഓപ്ഷൻ എ ആണ് ആൻസർ എന്നുള്ളത് ഞാൻ ഡയറക്റ്റ്ലി പറഞ്ഞു. കാരണം വളരെ സിമ്പിളാണ്. ഇവിടെ 7ഉം 4ഉം മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ വരുന്നത് 8 ആയിരിക്കും. കാരണം 4 × 7 28 ആണ്, അതിലുള്ള 8 ആയിരിക്കും ഇവിടെ ഫസ്റ്റ് നമ്മൾ എഴുതുക. അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് 8 വരുന്ന ഒരൊറ്റ ഓപ്ഷൻ അല്ലേ ഇതിൻ്റെ അകത്തുള്ളൂ, ഓപ്ഷൻ എ മാത്രമാണ്. അപ്പോൾ നമ്മൾ മുഴുവൻ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റും ആൻസർ അത് 148 ആണ്. കാരണം ഓപ്ഷനിൽ എന്തേ ഉള്ളൂ, ലാസ്റ്റ് ഡിജിറ്റ് 8 വരുന്ന ഒരു ആൻസറേ ഉള്ളൂ. ഇനി മൾട്ടിപ്പിൾ ആൻസേഴ്സ് വരികയാണെങ്കിൽ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കേണ്ടി വരും. ഓക്കെ, അത്രയേ ഉള്ളൂ. റെഡി അല്ലേ? അപ്പോൾ ഇത് ക്യൂബോയിഡുമായിട്ട് ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലത്തെ ക്യൂബോയിഡിൻ്റെ മറ്റു പല പ്രോപ്പർട്ടീസ് ഉണ്ട്, നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും. അപ്പോൾ അതിന് വോളിയം ആയിക്കോട്ടെ, സർഫസ് ഏരിയ ആയിക്കോട്ടെ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ് നിങ്ങൾക്ക് ഒരു നെക്സ്റ്റ് ലെവലിലോട്ട് പോകുമ്പോൾ. റെഡി? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 7 in 17031? അഥവാ 17,031 എന്ന് പറയുന്ന ഈ ഒരു നമ്പറിലുള്ള 7ൻ്റെ വാല്യൂ എന്ത് എന്നുള്ളതാണ്. അപ്പോൾ 7ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെയുള്ളൊരു നമ്പർ 17031. അപ്പോൾ ഇതിലുള്ള ഓരോ പൊസിഷനും ഓരോ നെയിം ഉണ്ട്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്, തൗസൻഡ്സ്, 10,000s എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ പൊസിഷനും വാല്യൂ ഉണ്ട്. അപ്പോൾ ഇവിടെ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് 1 × 1 ആണ്. 1 എന്ന് പറഞ്ഞാൽ 1 × 1, കാരണം അത് വൺസ് പൊസിഷനാണ്. 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് 3 × 10 ആണ്, കാരണം അത് 10th പൊസിഷൻ അഥവാ 30 ആണ് അതിൻ്റെ വാല്യൂ. 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 100th പൊസിഷൻ ആണ്, അത് 0 × 100 ആണ് അതിൻ്റെ വാല്യൂ വരിക. 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000th പൊസിഷൻ ആണ്, സോ 7 × 1000 ആണ് അതിൻ്റെ വാല്യൂ വരിക. 1 എന്ന് പറഞ്ഞാൽ 10,000 പ്ലേസിലാണുള്ളത്, സോ 1 × 10,000 ആണ് അതിൻ്റെ വാല്യൂ വരിക. സോ ഓരോരുത്തരുടെ വാല്യൂസ് നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ പറയാൻ പറ്റും. ഇനി നിങ്ങൾ ഇവരെല്ലാവരും കൂടി ആഡ് നോക്ക്. 1 + 30 + 0 + 7,000 + 10,000 ആഡ് ചെയ്ത് നോക്ക് നിങ്ങൾ. ഓക്കെ, ഇവിടെ ഞാൻ ഒരു 0 എക്സ്ട്രാ ആയി പോയിട്ടുണ്ടല്ലേ. ഓക്കെ, ഇവരെല്ലാവരും നിങ്ങൾ ആഡ് നോക്കുക, നിങ്ങൾക്ക് സെയിം വാല്യൂ വരും. 17031 എന്ന് പറയുന്ന സെയിം വാല്യൂ ആഡ് ചെയ്താൽ കിട്ടും. ഓക്കെ, അതാണ് ഇതിൻ്റെ ഒരു ഐഡിയ. അതായത് പൊസിഷനിലുള്ള ആളുകൾ ഓരോ പൊസിഷനിലും ജസ്റ്റ് ഒരു നമ്പർ എന്നുള്ളതല്ല അതിൻ്റെ മീനിങ്. ഓരോ പൊസിഷനിലും വരുന്ന നമ്പേഴ്സിന് വാല്യൂസ് ഡിഫറൻസ് വരും. ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്നതനുസരിച്ചിട്ട്
ഓക്കെ, ഏറ്റവും റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യുന്നതനുസരിച്ചിട്ട് അതിൻ്റെ വാല്യൂ വരും. അപ്പോൾ ഇവിടെ ജസ്റ്റ് 1 എന്ന് പറയുന്ന ആളുടെ വാല്യൂ അല്ല ഈ 1ൻ്റെ വാല്യൂ. ഇവിടെ 1 എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 1 ഉള്ളൂ, കാരണം 1's പൊസിഷനല്ല, 1 × 1 ഉള്ളൂ. പക്ഷേ ഇവിടുന്ന് ഇങ്ങോട്ട് ജമ്പ് ചെയ്ത് ഇവിടെ എത്തുന്ന സമയത്ത് ഈ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ 10,000. അതാണ് അതിൻ്റെ ഡിഫറൻസ്. അപ്പോൾ ഇവിടെ നമ്മൾ ചോദിച്ചിട്ടുള്ളത് 7 ആണ്. അപ്പോൾ 7 എന്ന് പറയുമ്പോൾ 7 × 1000 7,000 ആണ് 7ൻ്റെ വാല്യൂ അവിടെ വരുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇനി വേറെ എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഒരു ഐഡിയ വേണം. റെഡി? അടുത്ത ക്വസ്റ്റ്യൻ, ദ സം ഓഫ് 11 ആഡഡ് 101 ടൈംസ് ഈസ്. അതായത് 11 എന്ന് പറയുന്ന നമ്പറിനെ 101 ടൈംസ് ആഡ് ചെയ്തു എന്ന് വെച്ചാൽ 11 പ്ലസ് എന്നിങ്ങനെ 101 ടൈംസ് ആഡ് ചെയ്തു. അങ്ങനെ 101 ടൈംസ് ആഡ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? നമുക്ക് 11 × 101 ചെയ്താൽ പോരെ അല്ലേ? ഒരു നമ്പറിനെ, സെയിം നമ്പറിനെ നമ്മൾ മൾട്ടിപ്പിൾ ടൈംസ് ഇങ്ങനെ ആഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്ത് ഈക്വലാണ്? എത്ര പ്രാവശ്യമാണോ, ഹൗ മെനി ടൈം, എത്ര പ്രാവശ്യമാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് ആ നമ്പറിനെ, അതായത് 101 ടൈംസ് ആണ് ആഡ് ചെയ്യുന്നത്. സോ 101 × 11 ചെയ്താൽ മതി. 11 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാന്നുള്ളത് ഇറ്റ്സ് വെരി ഈസി അല്ലേ? 101 × 11 ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസി അല്ലേ? ഇവിടെ 101. സോ ആൻസർ വരിക 1111 എന്നുള്ള രീതിയിലായിരിക്കും വരിക. കാരണം എന്താ? 11 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ 1 × 1 1 ആണ്, 1 × 0 0 ആണ്, 1 × 1 1 ആണ്, 101 തന്നെ വരും. വീണ്ടും ഈ 1 വെച്ചിട്ട് 101 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വീണ്ടും 101 വരും. സോ 1 ആഡ് ചെയ്തു, ഇവരെല്ലാവരും ആഡ് ചെയ്യുമ്പോൾ 111. ഓക്കെ, സോ ആൻസർ എന്താണ് വരിക? 1111. ഓക്കെ, 111 എന്നുള്ള രീതിയിൽ എല്ലാം 1 വരുന്ന രീതിയിലുള്ള നമ്പേഴ്സ് വരും. ഓക്കെ, റെഡി? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, x and y are natural numbers and x plus 2y is equal to 9. The maximum value of x is. എക്സും വൈയും നാച്ചുറൽ നമ്പേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറഞ്ഞിട്ടുള്ള കാര്യം x plus 2y is equal to 9 ആണ്. അതായത് എക്സിൻ്റെ കൂടെ 2y ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 9 കിട്ടും. അങ്ങനെയാണെങ്കിൽ എക്സിന് പോസിബിൾ ആയിട്ടുള്ള മാക്സിമം വാല്യൂ അതാണ് ചോദിച്ചിട്ടുള്ളത്. എക്സിന് പോസിബിൾ ആയിട്ടുള്ള മാക്സിമം വാല്യൂ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഓപ്ഷൻസ് ജസ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, ഓപ്ഷനിൽ ഇപ്പോൾ എക്സിൻ്റെ മാക്സിമം വാല്യൂ 9 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ 9 ആണ് എക്സിൻ്റെ വാല്യൂ വിചാരിക്കാം. 9 ആണെങ്കിൽ 9ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് ആൻസർ 9 കിട്ടുക? കാരണം ആൻസർ 9 കിട്ടണമല്ലോ. 9ൻ്റെ കൂടെ 0 ആണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ 2y എന്ന് പറയുന്ന ആളുടെ വാല്യൂ 0 ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? y 0 ആണ്. അപ്പോഴല്ലേ 2 × y 0 ആവണമെങ്കിൽ y 0 ആവണം. പക്ഷേ y എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പർ ആയിരിക്കണം എന്ന് നമുക്കറിയാം. അപ്പോൾ y 0 എന്നുള്ള കേസ് പോസിബിൾ ആണോ? അല്ല. അപ്പോൾ x 9 എന്നുള്ളത് പോസിബിൾ അല്ല. ഓക്കെ, x 9 എന്നുള്ളത് പോസിബിൾ ആണോ? അല്ല. ഇനി നെക്സ്റ്റ് കേസ് നോക്കാം. ബി ഓപ്ഷൻ എന്താണ്? 7 ആവുക എന്നുള്ളതാണ്. 7 ആര് 7 ആവുക? x 7 ആവുക. നമുക്കത് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. കാരണം ഇനി എന്തായാലും 9ൻ്റെ മുകളിലോട്ടുള്ള വാല്യൂ പോസിബിൾ അല്ല. ഓക്കെ, 9ൻ്റെ മുകളിലോട്ടുള്ള ഇപ്പോൾ 10 പോസിബിൾ ആണോ? അല്ല, 10 പോസിബിൾ അല്ല. കാരണം എന്താ? നിങ്ങൾ 10 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ 10 + 2y = 9 എന്ന് കിട്ടും. അപ്പോൾ 2yൻ്റെ വാല്യൂ നെഗറ്റീവ് ആവേണ്ടി വരും. അതൊരിക്കലും പോസിബിൾ അല്ല. അപ്പോൾ 10 എന്തല്ല? പോസിബിൾ അല്ല. പിന്നെ അവിടെ പോസിബിലിറ്റി 7 ആണ്. ഇപ്പോൾ 7 എക്സിൻ്റെ വാല്യൂ 7 ആണ് എന്നുണ്ടെങ്കിൽ, ഓക്കെ, എക്സിൻ്റെ വാല്യൂ 7 ആണ് എന്നുണ്ടെങ്കിൽ 7ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് 9 ആൻസർ കിട്ടുക? ഓക്കെ, എൻ്റെ ടച്ചിന് എന്തോ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട്. ഓക്കെ, 7ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് 9 എന്ന് പറയുന്ന ആൻസർ കിട്ടുക? എത്ര ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ്? 2 ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ 7 + 2 ആഡ് ചെയ്താൽ 9 കിട്ടും. 2 ആഡ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി 2yയുടെ വാല്യൂ ആണ് 2 അല്ലേ? അപ്പോൾ 2y 2 ആണെങ്കിൽ വൈയുടെ വാല്യൂ എത്ര ആയിരിക്കും? 1 ആയിരിക്കണം. കാരണം 2 × y 2 കിട്ടണമെങ്കിൽ y = 1 കിട്ടണം. അപ്പോൾ x 7 ആണെങ്കിൽ y = 1 ആണ്. സോ 7 + 2 = 9. പെർഫെക്റ്റ്ലി അത് മാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സിന് ഹയസ്റ്റ് വാല്യൂ തന്നിട്ടുള്ള ഓപ്ഷനിൽ ആരാണ്? പി ആണ്, 7 ആണ്. ഇനി ബാക്കിയുള്ള 1നെ കുറിച്ച് നമ്മൾ ആലോചിക്കുകയേ വേണ്ട. കാരണം ഹയസ്റ്റ് വാല്യൂ, മാക്സിമം വാല്യൂ ആണ് ചോദിച്ചത്. അപ്പോൾ മാക്സിമം വാല്യൂ ഇതിൽ 9 എന്നുള്ളത് പോസിബിൾ അല്ല. കാരണം ഇവിടെ 0 വരണം. 9 ആണെങ്കിൽ 9 + 0 ഒന്നെങ്കിൽ 9 ആൻസർ കിട്ടുള്ളൂ. 0 വരണം എന്നുണ്ടെങ്കിൽ y 0 ആവണം. ദാറ്റ്സ് നോട്ട് പോസിബിൾ ബിക്കോസ് x and y ആർ നാച്ചുറൽ നമ്പേഴ്സ്. ക്ലിയർ അല്ലേ? പിന്നെ പോസിബിലിറ്റി 7 ആണ്. സോ 7 ഇട്ട് കൊടുക്കുന്ന സമയത്ത് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സിമ്പിൾ ലോജിക്കാണ്. റെഡി? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, one angle of a parallelogram is 60 degree. What is the measure of its largest angle? പാരലോഗ്രാം എന്ന് പറയുന്ന ഷേപ്പ് നിങ്ങൾക്ക് അറിയാം അല്ലേ? എന്താ പാരലോഗ്രാമിൻ്റെ സ്പെഷ്യാലിറ്റി? ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണ്.
ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണ്, ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്, ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്, ഡയഗണൽസ് ബൈസെക്ട് ചെയ്യും, ഇങ്ങനെയുള്ള ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ നിങ്ങളോട് പറഞ്ഞത് അതിൻ്റെ ഒരു ആംഗിൾ 60 ഡിഗ്രി എന്ന് പറഞ്ഞു. ഫോർ എക്സാമ്പിൾ ഈ ഒരു ആംഗിൾ 60 ഡിഗ്രി ആണ്. നിങ്ങൾക്കറിയാം പാരലോഗ്രാമിൻ്റെ അഡ്ജസൻറ്റ് ആംഗിൾസ് സപ്ലിമെൻ്ററി ആണ്. എന്ന് വെച്ചാൽ ഈ ഒരു ആംഗിളും ഇവിടെയുള്ള ഈ ഒരു ആംഗിളും ആഡ് ചെയ്യാതാരും, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും ആഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും ആഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും ആഡ് ചെയ്യുന്നു, അങ്ങനെ അഡ്ജസൻറ്റ് വരുന്ന എനി പെയർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 കിട്ടണം. അതാണ് സപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കണം? 120 ഡിഗ്രി ആവണ്ടേ അല്ലേ? 120 ഡിഗ്രി, കാരണം 60 120 ആഡ് ചെയ്യുമ്പോഴാണ് 180 കിട്ടുക. അതുപോലെ തന്നെ ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും? അത് 60 ഡിഗ്രി ആയിരിക്കും, കാരണം ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും? 120 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഒരു പാരലോഗ്രാമിൻ്റെ അകത്ത് രണ്ട് ആംഗിൾസ് ആണ് ഉണ്ടാവുക. ഇൻ്റർണൽ ആംഗിൾസ് രണ്ട് വാല്യൂസേ വരുള്ളൂ, കാരണം ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയതുകൊണ്ട് രണ്ട് വാല്യൂസ്. അപ്പോൾ ഒന്ന് 60 ആണെങ്കിൽ അതിൻ്റെ കൂടെ വരുന്ന ആൾ എത്രയാണ്? 120 ആണ്. അപ്പോൾ അവിടുത്തെ ലാർജസ്റ്റ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്ത് തന്നെയാണ്? 120 തന്നെയാണ് അല്ലേ? ലാർജസ്റ്റ് ആംഗിളും 120 തന്നെയാണ്. ക്ലിയർ അല്ലേ? സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത് ഈ പാരലോഗ്രാമുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് അറിയണം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്ത് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത കൂടുതൽ പ്രോപ്പർട്ടീസ് കൃത്യമായിട്ട് അറിയണം, കാരണം ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. റെഡി? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ നെക്സ്റ്റ് നമ്പർ? 2, 9, 28, 65 എന്നിങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു സീരീസിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് നമുക്കറിയണം. 2, 9, 28, 65. അപ്പോൾ യൂഷ്വലി നമ്മൾ ഡിഫറൻസ് നോക്കും, ഏതെങ്കിലും നമ്പേഴ്സ് ആഡ് ചെയ്തിട്ടാണോ പോകുന്നത് നോക്കും, അങ്ങനെയൊക്കെ നമുക്ക് നോക്കാം. എനിവേ ഇവിടെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ഉണ്ട്. ഇപ്പോൾ 2 എന്ന് പറയുന്ന ആളെ ഞാൻ ഇങ്ങനെ എഴുതാണ് 1 ക്യൂബ് + 1. അങ്ങനെ 1 ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 ആണ്, 1 + 1 2 കിട്ടും. ഞാൻ എന്ന് പറയുന്ന ആളെ എനിക്ക് ഇങ്ങനെ എഴുതി കൂടെ 2 ക്യൂബ് + 1, കാരണം ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 + 1 ആണ്. 8 എന്ന് പറഞ്ഞാൽ 2 ക്യൂബാണ്. അപ്പോൾ 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 8, അപ്പോൾ 8 + 1 എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റും. 28 എന്ന് പറയുന്ന ആൾ ഞാൻ ഇങ്ങനെ എഴുതാണ് 3 ക്യൂബ് + 1, കാരണം എന്താ? 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ 27 ആണ്. 27 + 1 28 കിട്ടും. 65 എന്ന് പറയുന്ന ആളെ ഞാൻ 4 ക്യൂബ് + 1 എഴുതാൻ പോവാണ്, കാരണം 4 ക്യൂബ് എന്ന് പറഞ്ഞാൽ 64 ആണ്, +1 ആഡ് ചെയ്താൽ 65 കിട്ടും. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് വരുന്ന ആൾ ആരായിരിക്കണം? ഇപ്പോൾ 1 ക്യൂബ് + 1, 2 ക്യൂബ് + 1, 3 ക്യൂബ് + 1, 4 ക്യൂബ് + 1. അടുത്ത് സിംപ്ലി 5 ക്യൂബ് + 1. 5 ക്യൂബ് എന്ന് പറഞ്ഞാൽ 125, 125 + 1 ആൻസർ എന്തായിരിക്കും? 126 ആയിരിക്കണം അല്ലേ? നെക്സ്റ്റ് വരുന്ന ആളെന്ന് പറഞ്ഞാൽ 126 ആയിരിക്കും. അപ്പോൾ ഇത് സിമ്പിൾ പാറ്റേൺ ആണ്, നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ചെയ്ത പ്രാക്ടീസ് വേണം. ഓക്കെ, നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്യാവുന്നേ ഉള്ളൂ. റെഡി? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആവറേജ് ഓഫ് x and y is 5. If x minus y minus 2 is equal to 0, the value of y is. അപ്പോൾ എക്സിൻ്റെയും വൈയുടെയും ആവറേജ് 5 എന്ന് പറഞ്ഞിട്ടുണ്ട്. ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രണ്ട് നമ്പേഴ്സും എക്സും വൈ ആഡ് ചെയ്തിട്ട് /2 ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ആവറേജ് കിട്ടുക എത്രയാണ്? 5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറഞ്ഞൂടെ x + y = 10 ആണെന്ന് പറഞ്ഞൂടെ? കാരണം എന്താ? ഈ 2നെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, 10 കിട്ടും. 2 × 5 10 കിട്ടും. അപ്പോൾ x + yയുടെ വാല്യൂ 2 × 5 10 ആണ്. അല്ലെങ്കിൽ x + y /2 ചെയ്യുമ്പോൾ 5 കിട്ടണമെങ്കിൽ ഈ ന്യൂമറേറ്ററിൽ ഏത് വാല്യൂ ആയിരിക്കണം? 10 ആയിരിക്കണം. അപ്പോഴല്ലേ 10/2 5 കിട്ടുള്ളൂ അല്ലേ? ഇനി x - y - 2 = 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. x - y - ഓക്കെ, എൻ്റെ പെന്നിന് എന്തോ ഒരു ഇഷ്യൂ കുടുങ്ങിയിട്ടുണ്ട്. x - y - 2 = 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ x - y ഞാൻ അവിടെ നിർത്തിയിട്ട് ഈ ഒരു -2നെ ഞാൻ അപ്പുറത്തോട്ട് കൊണ്ടുപോകണമെന്ന് വിചാരിക്കാം. -2നെ അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. അപ്പോൾ എന്തായിട്ട് മാറും? +2. അപ്പോൾ 0 ഉള്ളൂ. 0 + 2 അഥവാ എന്തായിട്ട് മാറും? 2 ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ x - y = 2 എന്ന് കിട്ടും, കാരണം x - y - 2 = 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ x - y = 2 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ഇനി നിങ്ങൾക്ക് ഇവരെ നമ്മൾ സോൾവ് ചെയ്യുക എന്നുള്ളത് വളരെ ഈസിയാണ്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ 2 ഇക്വേഷൻസ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ 2 ഇക്വേഷൻസ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ ഇവിടെ വൈയുടെ വാല്യൂ ആണ് ചോദിച്ചത്, അതുകൊണ്ട് 2 ഇക്വേഷൻ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നതാണ് നല്ലത്. ഈസിലി വൈയുടെ വാല്യൂ കിട്ടും. ഇപ്പോൾ x നിന്ന് x സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 0 ആണ് ഉണ്ടാവുക. y - y. ഓക്കെ, ശ്രദ്ധിക്കണം, y - y ആണ്. അപ്പോൾ y - y എന്ന് പറയുമ്പോൾ ആ രണ്ട് മൈനസ് കൂടി പ്ലസ് ആവും, y + y എന്നായിട്ട് മാറും. ദാറ്റ്സ് ഈക്വൽ ടു 2y എന്ന് വരും. അപ്പോൾ y - y എന്ന് പറയുമ്പോൾ 2y, ദാറ്റ്സ് ഈക്വൽ ടു 10 - 2 എന്ന് പറഞ്ഞാൽ 8 ആണ്. അപ്പോൾ 2y = 8 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ y = 8 / 2, ദാറ്റ്സ് ഈക്വൽ ടു 4 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 4. സോ വൈയുടെ വാല്യൂ എത്രയായിരിക്കും? 4 ആയിരിക്കും.
ക്ലിയർ അല്ലേ? y is equal to 4. ഇനി നിങ്ങൾക്ക് ഈ രണ്ട് ഇക്വേഷൻസ് ആഡ് ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഈ രണ്ട് ഇക്വേഷൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കും, y മൈനസ് 5 ക്യാൻസൽ ആയിട്ട് പോകും. ബാക്കി ആരുണ്ടാവുക? എക്സ് പ്ലസ് എക്സ് 2x ഇസ് ഈക്വൽ ടു 10 + 2 12 എന്ന് കിട്ടും. അവിടുന്ന് എക്സിൻ്റെ വാല്യൂ കിട്ടും. എന്നിട്ട് വേണമെങ്കിൽ വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാം. നോ പ്രോബ്ലം, ഏത് വേണമെങ്കിൽ ചെയ്യാം. ഞാൻ ആ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കിയതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ മുഴുവൻ സ്റ്റെപ്പ് എഴുതിയിട്ടാണ് ഇവിടെ ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ തന്നെ ചെയ്യണം നിർബന്ധമില്ല. നിങ്ങൾക്ക് ഓപ്ഷൻസ് ഒക്കെ വെച്ചിട്ട് ഒരു ലോജിക്ക് വെച്ചിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നോക്കാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ സം ഓഫ് ടു നമ്പേഴ്സ് ഈസ് 17 ആൻഡ് ദെയർ സ്ക്വയേഴ്സ് ഈസ് 169. ദ ലാർജർ നമ്പർ ഈസ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ടു നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എക്സ് വൈ എടുക്കാം. അപ്പോൾ എക്സും വൈ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 17 ആണ്. അവരുടെ സ്ക്വയേഴ്സിൻ്റെ സമ്മ് എന്ന് വെച്ചാൽ എക്സിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ആണ്, വൈയുടെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ സ്ക്വയർ ആണ്. ഇവർ രണ്ട് പേരും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 169 കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ട് രീതിയിൽ സോൾവ് ചെയ്യാം. ഒന്ന് നമ്മുടെ പ്രോപ്പർ മാത്തമാറ്റിക്കൽ മെത്തേഡ് ഉപയോഗിച്ചിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് ലോജിക് അപ്ലൈ ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതായത് നമ്മളോട് പറഞ്ഞിട്ടുള്ള രണ്ട് നമ്പേഴ്സ് ഉണ്ട്, ആ രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മ് 17 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഓപ്ഷൻസ് നോക്കാം. ഇപ്പോൾ ഒരു നമ്പർ, അതിൽ ലാർജർ നമ്പർ ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഇപ്പോൾ എ ഓപ്ഷൻ അനുസരിച്ചിട്ടാണെങ്കിൽ, എ ഓപ്ഷനിലാണെങ്കിൽ പറയുന്നു ഒരു നമ്പർ 12 ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 12ൻ്റെ കൂടെ വരുന്ന അടുത്ത നമ്പർ ആരായിരിക്കണം? 5 ആയിരിക്കണ്ടേ. കാരണം എന്താ, ആ രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 17 കിട്ടണം. അപ്പോൾ അതിൽ ഒരു നമ്പർ 12 ആവണമെങ്കിൽ അടുത്ത ആൾ 5 ആയിരിക്കണം. 12 + 5 17 കിട്ടുള്ളൂ. അങ്ങനെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. ഇനി സെക്കൻഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. എന്താണ്? അവരുടെ സ്ക്വയറുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 169 കിട്ടണം. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. അവരുടെ സ്ക്വയറുകൾ 12ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 12 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 144 ആണ്. 5ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 ആണ്. 144ഉം 25ഉം നിങ്ങൾ ആഡ് ചെയ്ത് നോക്കിയേ, ആൻസർ എന്ത് കിട്ടും? 169 കിട്ടുന്നുണ്ട്. അപ്പോൾ ആൻസർ കറക്റ്റായി. സോ ഓപ്ഷൻ എ കറക്റ്റാണ്. രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി ഓപ്ഷൻ ബി നിങ്ങൾ നോക്ക്. ഓപ്ഷൻ ബിയിൽ പറയുന്ന ഒരു നമ്പർ 5 ആണ് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അയാൾ കൂടെ വരുന്ന നമ്പർ ആരായിരിക്കണം? 12. നമ്മളിപ്പോൾ പറഞ്ഞ അതേ സംഭവം തന്നെ. കാരണം രണ്ട് പേര് ആഡ് ചെയ്യുമ്പോൾ 17 കിട്ടണം. അപ്പോൾ 5 ആണെങ്കിൽ കൂടെ വരുന്ന ആൾ 12 ആവണം. അവരുടെ സ്ക്വയേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാലും ഇപ്പോൾ 5ൻ്റെ സ്ക്വയർ 25 ആണ്, 12ൻ്റെ സ്ക്വയർ 144 ആണ്. 25 144 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതും എന്ത് കിട്ടും? 169 കിട്ടും. കറക്റ്റാണല്ലോ. പക്ഷേ എന്താണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചത്? ലാർജർ നമ്പർ ഈസ് എന്നുള്ളതാണ്. അപ്പോൾ 12ഉം 5ഉം എന്നുള്ളതാണ് ആ ടു നമ്പേഴ്സ് എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. പക്ഷേ അതിൽ ലാർജർ നമ്പർ ആരാ? അത് 12 ആണ്. അതുകൊണ്ടാണ് ബി എടുക്കാത്തത്. ഇനി നിങ്ങൾക്ക് സി വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. പക്ഷേ സി കിട്ടില്ല. ഓക്കെ, സി നോക്കുകയാണെങ്കിൽ ഒരു നമ്പർ 13 എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത് അല്ലേ, ഓപ്ഷനിൽ തന്നിട്ടുള്ളത്. 13 ആണെങ്കിൽ 13ൻ്റെ കൂടെ എത്ര വന്നാലാണ്, അല്ലെങ്കിൽ ഏത് നമ്പർ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലാണ് 17 കിട്ടുക? 4 ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ. ഇനി ഇവരുടെ സ്ക്വയേഴ്സ് 13ൻ്റെ സ്ക്വയർ 169 ആണ്, 4ൻ്റെ സ്ക്വയർ 16. 169ഉം 16 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും 169നേക്കാളും ഗ്രേറ്റർ വാല്യൂ അല്ലേ വരുള്ളൂ. കാരണം 13ൻ്റെ സ്ക്വയർ 169 ആയി. ഇനി അതിൻ്റെ കൂടെ വേറൊരു വാല്യൂ കൂടി ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്തായാലും 169നേക്കാളും ഗ്രേറ്റർ വാല്യൂ വരിക. പക്ഷേ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് എത്രയാണ്? അത് 169 ആണ് അല്ലേ. അപ്പോൾ അവിടെ എന്തുണ്ട്? പ്രശ്നമുണ്ട്. അപ്പോൾ അതും പോസിബിൾ അല്ല. ഇനി നിങ്ങൾ ഇതുപോലെ തന്നെ ഈ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ അതും എന്തല്ല, പോസിബിൾ അല്ല എന്ന് കിട്ടും. അപ്പോൾ ഇത് സിംപ്ലി ലോജിക് ഉപയോഗിച്ചിട്ട് വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. ഇനി പ്രോപ്പർ മാത്തമാറ്റിക്കൽ മെത്തേഡാണ് നിങ്ങൾ പോകേണ്ടതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ വൈക്ക് പകരം ഇവിടുന്ന് y = 17 - x എന്നുള്ളൊരു എക്സ്പ്രഷൻ ഉണ്ടാക്കി അത് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് അങ്ങനെ ചെയ്ത് പോകണം. പക്ഷേ അതിൻ്റെ ഒന്നും പണിയില്ല. സിമ്പിളായിട്ട് ലോജിക്ക് ഉപയോഗിച്ചിട്ട് നോക്കിയാൽ മതി. റെഡി അല്ലേ? അങ്ങനെ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് ചെയ്യണം. നിങ്ങളൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനൊക്കെ ഉണ്ടാക്കി അതിനെ ഫാക്ടറൈസ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ വേണം പോകാൻ. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും ഫാസ്റ്റായിട്ട് ഈസി ആയിട്ട് ആൻസർ എത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഈ ഒരു മെത്തേഡാണ് ഏറ്റവും അടിപൊളി. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടും. Ready? Yes. അടുത്ത question. If 11y plus 11 is equal 11 less than 100, the largest integral value of y is എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, എന്ന് വെച്ചാൽ 11y plus 11 less than 100 ആവണം. അങ്ങനെയാണെങ്കിലുള്ള ലാർജസ്റ്റ് ഇൻറ്റഗ്രൽ വാല്യൂ ഓഫ് y. ഇൻറ്റഗ്രൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇൻറ്റിജർ വാല്യൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ഇത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ഓപ്ഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് നോക്കിയാൽ മതി. ഇപ്പോൾ 11y plus 11 ആണ്, അതെന്താവണം? ലെസ് ദാൻ 100 ആവണം. അപ്പോൾ നിങ്ങൾ നോക്കിയേ, 7 ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നതെങ്കിൽ 11 × 7 എന്ത് വരും? 77 എന്ന് വരും അല്ലേ. വൈയുടെ വാല്യൂ ആണ് ചോദിച്ചത്. അപ്പോൾ ഓപ്ഷനിലുള്ള 7 ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നതെങ്കിൽ വൈയുടെ വാല്യൂ 7 ഇട്ട് കൊടുത്താൽ 11 × 7 77 വരും. 77 + 11 എന്ന് പറഞ്ഞാൽ എത്ര വരിക? 88. 88 എന്താണ്? ലെസ് ദാൻ 100 ആണ്. ഓക്കെ, പോസിബിൾ ആണ്, കുഴപ്പമില്ല. പക്ഷേ
അത് സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ടാണ് ആൻസർ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, കാരണം നമ്മൾ വെച്ച് ലാർജസ്റ്റ് ഇൻ്റഗ്രൽ വാല്യൂ എന്ന് വെച്ചത്. അപ്പോൾ 7ൻ്റെ തൊട്ട് മുകളിൽ ഇനി ഏതെങ്കിലും വാല്യൂ ഉള്ളത് ഏതാണുള്ളത്? 8 ആണുള്ളത് അല്ലേ? അപ്പോൾ 8 പോസിബിൾ ആണ്. നമുക്ക് നോക്കാം. 8 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ y 8 ആണെങ്കിൽ 11y എന്തായിട്ട് മാറും? 88 പ്ലസ് 11 ഇസ് ഈക്വൽ ടു എന്ത് വരും? 88 പ്ലസ് 11 99. അതെന്താണ്? ലെസ് ദാൻ 100 ആണ്. ലെസ് ദാൻ 100. അപ്പോൾ 8 എന്നുള്ളതും പോസിബിൾ ആണ്. ഇനി അടുത്ത ഓപ്ഷൻ ഉള്ളത് 10 ആണ്. പക്ഷേ ഞാൻ 10 ഇട്ട് കൊടുക്കാൻ പോകണോ? വേണ്ട, കാരണം 99 എന്ന് പറഞ്ഞാൽ 100ൻ്റെ തൊട്ട് താഴെയുള്ള ഇൻറ്റിജർ വാല്യൂ ആണ്. അപ്പോൾ ഇനി 8 അല്ലാതെ വേറെ ഏത് വാല്യൂ നിങ്ങൾ ഇനി ഇട്ട് കൊടുക്കാൻ പോയി കഴിഞ്ഞാലും അത് 100നേക്കാളും ഗ്രേറ്റർ വാല്യൂയിലോട്ടാണ് മൂവ് ചെയ്യുക. നമുക്ക് കിട്ടേണ്ട ആൻസർ എന്തായാലും ഡെഫിനറ്റ്ലി ലെസ് ദാൻ 100 ആയിരിക്കും വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി മുന്നോട്ട് പോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, നിങ്ങൾക്ക് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഇവിടെയുള്ള ലാർജസ്റ്റ് പോസിബിൾ വാല്യൂ, ഇൻറ്റഗ്രൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 8 ആണ്. 7 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സാറ്റിസ്ഫൈ ചെയ്യും, 6 ഇട്ട് കൊടുത്താൽ സാറ്റിസ്ഫൈ ചെയ്യും, ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് കിട്ടേണ്ടത് ലാർജസ്റ്റ് വാല്യൂ ആണ്. അതുകൊണ്ടാണ് നമ്മൾ 8 എന്ന് പറഞ്ഞത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഓക്കെ, ജസ്റ്റ് 1 or 2 സ്റ്റെപ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. റെഡി? അടുത്ത്, ഇഫ് 2x plus y is equal to 17, the value of 2 into 2x plus y minus 2. അപ്പോൾ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് 2 into 2x plus y മൈനസ് 2ൻ്റെ വാല്യൂ ആണ് ചോദിച്ചത്. പക്ഷേ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 2x plus y എന്ന് പറയുന്ന ആൾ 17 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ 2 into 2x plus y എന്ന് പറയുന്ന ബ്രാക്കറ്റിലുള്ള ആൾക്ക് പകരം എനിക്ക് 17 കൊടുക്കാം. -2. ബോർഡ് മാസ് റൂൾ അനുസരിച്ചിട്ട് ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം, എന്നിട്ട് സബ്ട്രാക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ 2 into 17 34 minus 2. 34 minus 2 എന്ന് പറഞ്ഞാൽ എത്ര വരിക? 32. സോ ആൻസർ ഓപ്ഷൻ ബി 32 is the correct answer. റെഡി? അടുത്ത ക്വസ്റ്റ്യൻ, if square root of 82 cube minus 82 square is equal to 82 into n, the value of n is. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല, അതെല്ലാം വളരെ സിമ്പിൾ ആയിരിക്കും. തന്നിട്ടുള്ളത് സ്ക്വയർ റൂട്ട് ഓഫ് 82 cube minus 82 square, that's equal to 82 into n ആണെന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. ഈ സ്ക്വയർ റൂട്ടിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് ചെയ്യാൻ പറ്റുമോ? അതാണ് ഫസ്റ്റ് നോക്കേണ്ടത്. മോസ്റ്റ് പ്രോബബിളി നിങ്ങൾക്ക് അതിൻ്റെ അകത്തുനിന്ന് ഒരു 82നെ പുറത്തെടുക്കാൻ പറ്റേണ്ടതാണ്. കാരണം അതുകൊണ്ടാണ് ഇവിടെ ഒരു 82 വരാൻ കാരണം. മനസ്സിലായോ? അത് നമ്മൾ ലോജിക്കലി ആലോചിച്ചാൽ മതി. എന്തെങ്കിലും 82 പുറത്തെടുക്കാനുള്ള ഒരു ചാൻസ് അവിടെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ 82 ക്യൂബാണ്, ഇവിടെ 82 സ്ക്വയർ ആണ്. ഇത് രണ്ടിലും ആര് കോമണാണ്? 82 സ്ക്വയർ കോമണാണ്. കാരണം എന്താ? 82 ക്യൂബ് എന്ന് പറഞ്ഞാൽ 82 into 82 into 82 ആണ്. 82 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 82 into 82 ആണ്. അപ്പോൾ ഇതിൽ രണ്ടിലും 82ൻ്റെ സ്ക്വയർ കോമൺ ആണ്. സോ ആ 82 സ്ക്വയറിനെ ഞാൻ കോമൺ ആക്കി എടുത്തു കഴിഞ്ഞാൽ 82 ക്യൂബിൽ നിന്ന് 82 സ്ക്വയർ പോയി കഴിഞ്ഞാൽ ബാക്കി ആരുണ്ടാവും? ഒരു 82 ഉണ്ടാവും. മൈനസ് ഈ 82 സ്ക്വയറിൽ നിന്ന് കംപ്ലീറ്റ് 82 സ്ക്വയർ നമ്മൾ പുറത്തോട്ട് എടുത്തു. അപ്പോൾ ബാക്കി ആരുണ്ടാവുള്ളൂ? 1 ഉണ്ടാവുള്ളൂ. ദാറ്റ്സ് ഈക്വൽ ടു 82 into n. ക്ലിയർ അല്ലേ? ഈ 82 സ്ക്വയറിനെ എനിക്ക് സ്ക്വയർ റൂട്ടിനെ പുറത്തോട്ട് എടുത്തൂടെ? എടുക്കാം, കാരണം സ്ക്വയർ ആണ്. പുറത്തോട്ട് എടുക്കുമ്പോൾ 82 ആയിട്ട് മാറും. സോ 82 into സ്ക്വയർ റൂട്ട് ഓഫ്, ബാക്കി ഉണ്ടാവുക ആരാ? ഇയാളെ പുറത്തോട്ട് എടുത്തു, ബാക്കി 82 minus 1. 82 minus 1 എന്താ? 81. ദാറ്റ്സ് ഈക്വൽ ടു 82 into n ആണ്. സോ 82 into സ്ക്വയർ റൂട്ട് ഓഫ് 81 എന്താ? 9 ആണ്. ഇസ് ഈക്വൽ ടു 82 into n. നോക്കിയാൽ നിങ്ങൾ രണ്ട് സൈഡിലും 82 ആയി. 82 നമുക്ക് ഇവിടെ കട്ട് ചെയ്യാം. ബാക്കി ഉണ്ടാവുക 9 is equal to n. സോ എന്നിൻ്റെ വാല്യൂ എന്താ വരിക? 9 ആണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഇത് സിമ്പിളാണ്, ഇതിലൊന്നും എക്സ്ട്രാ ചെയ്യാനില്ല. ഇത് കാണുന്ന സമയത്ത് ഒരു സൈഡത്ത് സ്ക്വയർ റൂട്ട്, അതിനകത്ത് ക്യൂബ്, സ്ക്വയർ, ഇപ്പുറത്താണെങ്കിൽ ഒരു എന്നും. കാണുമ്പോൾ ഭയങ്കര സംഭവമായിട്ട് തോന്നും, പക്ഷേ വളരെ സിമ്പിളാണ്. റെഡി? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, the areas of two squares are 2k minus 1 whole square and 81. If their areas are equal, what is the value of k? അപ്പോൾ ഇവിടെ രണ്ട് സ്ക്വയേഴ്സ് ഉണ്ട്, അവരുടെ ഏരിയാസിൻ്റെ രണ്ട് എക്സ്പ്രഷൻസ് തന്നിട്ടുണ്ട്, ഈക്വൽ ആണെന്നാണ് പറഞ്ഞത്. അതായത് 2k minus 1 whole square എന്ന് പറഞ്ഞാലും 81 എന്ന് പറഞ്ഞാലും ഈക്വൽ ആണ്. നിങ്ങൾക്ക് ഞാൻ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ ഒന്നുകൂടെ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കിയിട്ട് സൊല്യൂഷനിലോട്ട് വന്നാൽ മതി കേട്ടോ. കാരണം നിങ്ങൾ വായിച്ച് മനസ്സിലാക്കാനുള്ള സമയം കൂടെ ഞാനിവിടെ മിണ്ടാതിരിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് സൊല്യൂഷനിലോട്ട് മൂവ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ പോസ് ചെയ്യുക, ആ ക്വസ്റ്റ്യൻ നിങ്ങളൊന്നുകൂടി വായിച്ച് നോക്കുക, മേ ബി നിങ്ങളൊന്ന് സോൾവ് ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ആൻസർ കിട്ടിയിട്ട് തിരിച്ചു വന്നാൽ മതി. ഓക്കെ, സോ 2k minus 1ൻ്റെ സ്ക്വയർ ആണ് 81. 81 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
81 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാൻ സ്ക്വയർ ആണ് നമുക്കറിയാലോ. അപ്പോൾ 2k - 1ൻ്റെ സ്ക്വയർ ആണ് നാൻ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ 2k - 1ൻ്റെ വാല്യൂ എന്താ? നാൻ ആണ്. സിമ്പിൾ പരിപാടി. -1 അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ +1 ആവും. അപ്പം -1 അങ്ങോട്ട് +1 ആയാൽ നാൻ +1 10 എന്ന് വരും. അപ്പോൾ കെയുടെ വാല്യൂ എത്രയായിരിക്കണം? 10/2 = 5 ആയിരിക്കും അല്ലേ? 2 × k 10 ആവണമെങ്കിൽ k എത്ര ആയിരിക്കണം? 5 ആയിരിക്കണം. റെഡി? സോ ഓപ്ഷൻ ഡി 5 ആണ് വാല്യൂ ഓഫ് k എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് 2⁸ is equal to 4⁴n, the value of n is എക്സ്പോണൻസ് എന്നുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 2⁸ is equal to 4⁴n എന്ന് പറയുന്നുണ്ട്. ഞാൻ നിങ്ങളൊരു കാര്യം ചോദിക്കട്ടെ, 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സ്ക്വയർ അല്ലേ? അപ്പോൾ എനിക്കിവിടെ 2⁸n is equal to 4ന് പകരം 2 സ്ക്വയർ എന്ന് കൊടുത്തു. അപ്പോൾ 4⁸n എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ all⁻n എന്നാവും. ഇനി ഇങ്ങനെ പ്രോപ്പർട്ടി ഇല്ലേ, നിങ്ങൾ പഠിച്ചിട്ടില്ലേ? a⁻m all⁻n is equal to a⁻m × n. അതായത് ഒരു ബേസ്, അതിന് പവർ ഇട്ട് കൊടുത്തു, എന്നിട്ട് വീണ്ടും all⁻ വേറെ പവർ ഇട്ട് കൊടുത്തു. നിങ്ങൾക്ക് ആ പവേഴ്സ് തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ 2⁻2 all⁻n ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? 2⁸ is equal to 2⁻2 all⁻n എന്ന് പറഞ്ഞാൽ 2⁻2 × n അഥവാ 2⁻2 എന്ന് പറയാൻ പറ്റും. അപ്പോൾ 2⁸ 2⁻2n ഈക്വൽ. രണ്ട് സ്ഥലത്തും ബേസ് സെയിമാ അല്ലേ? രണ്ട് സൈഡിലും ഇവിടെയും 2 ആണ് ബേസ് വരുന്നത്, ഇവിടെയും 2 ആണ് ബേസ് വരുന്നത്. അപ്പോൾ ആ പവേഴ്സിനെ നിങ്ങൾക്ക് ഇക്വേറ്റ് ചെയ്യാം. ഇവിടുത്തെ പവർ 8 ആണ്, ഇവിടുത്തെ പവർ 2n ആണ് അല്ലേ? 2⁸ 2⁻2n ഈക്വൽ ആവണമെങ്കിൽ പവറുകൾ ഈക്വൽ ആവണം. സോ 8 is equal to 2n. അങ്ങനെയാണെങ്കിൽ എന്നിൻ്റെ വാല്യൂ എന്തായിരിക്കണം? 8/2 is equal to 4. n is equal to 4. കാരണം 2 × n 8 ആണെങ്കിൽ എന്നിൻ്റെ വാല്യൂ 4 ആയിരിക്കണം. സോ ഓപ്ഷൻ എ 4 is the correct answer. ക്ലിയർ അല്ലേ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, എ ക്വാഡ്രിലാറ്ററൽ ഹൂസ് ആംഗിൾസ് ആർ ഡിഫറെൻറ്റ് ബട്ട് സൈഡ്സ് ആർ ഈക്വൽ ഈസ് കോൾഡ്. ആംഗിൾസ് ഡിഫറെൻറ്റ്, സൈഡ്സ് ഈക്വൽ. ഇപ്പോൾ നിങ്ങൾ റെക്റ്റാങ്കിളിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ എല്ലാ ആംഗിളും 90 ഡിഗ്രിയാണ് അല്ലേ? നമ്മൾ റെക്റ്റാങ്കിൾ എടുക്കുകയാണെങ്കിൽ 90 90 90 90. അപ്പോൾ അതിൻ്റെ ആംഗിൾസ് ഡിഫറെൻ്റ് ആണോ? അല്ല. സ്ക്വയർ എടുക്കുകയാണെങ്കിലും എല്ലാ ആംഗിൾസും 90 ഡിഗ്രിയാണ് അല്ലേ? ഡിഫറെൻ്റ് ആണോ? അല്ല. പാരലോഗ്രാം എടുക്കുകയാണെങ്കിൽ ആംഗിൾസ് ഡിഫറെൻ്റാണ്. നമ്മൾ മുന്നൊരു ക്വസ്റ്റ്യനിൽ പറഞ്ഞു ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ഉള്ളൂ. അപ്പോൾ ആംഗിൾസ് ഡിഫറെൻ്റ് ആണ്, പക്ഷേ എല്ലാ സൈഡ്സും ഈക്വൽ എന്ന് പറയാൻ പറ്റും ഒരു പാരലോഗ്രാമിൻ്റെ കേസിൽ? ഇല്ല. പക്ഷേ റോംബസിൻ്റെ കേസിൽ പറയാൻ പറ്റും. കാരണം എന്താ? റോംബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സൈഡ്സും ഈക്വൽ ആയിട്ടുള്ള പാരലോഗ്രാമാണ്. അപ്പോൾ എല്ലാ സൈഡ്സും ഈക്വൽ ആണോ? ആംഗിൾസ് ഡിഫറെൻ്റ് ആണോ? രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആർക്കാണ്? റോംബസിനാണ്. സോ ആൻസർ ഓപ്ഷൻ ഡി റോംബസ് ആണ്. അപ്പോൾ പോളിഗൺസിൽ വരുന്ന അല്ലെങ്കിൽ ക്വാഡ്രിലാറ്ററൽസിലെ സ്പെഷ്യാലിറ്റീസ് കൃത്യമായിട്ട് അറിയണം. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. റെഡി അല്ലേ? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ള രീതിയിലാണ് പറഞ്ഞു പോയത്. ഒരുപാട് ടൈം ഗ്യാപ്പും കാര്യങ്ങളൊന്നും ഇടയിൽ എടുത്തിട്ടില്ല. രണ്ട് റീസണാണ്. ഒന്ന്, വീഡിയോ അധികം ലെങ്തി ആവാതിരിക്കാൻ. കാരണം ലെങ്തി ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടു തീർക്കാൻ ഒരുപാട് സമയം എടുക്കും. നിങ്ങൾക്ക് ഇനി പ്രിപ്പയർ ചെയ്യാൻ കുറച്ച് സമയമുള്ളൂ. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് ഓൾറെഡി ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടതാണ് അല്ലെങ്കിൽ പല സ്ഥലത്ത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി പോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ടൈം വേസ്റ്റ് ആവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു രീതിയിൽ കണ്ടിന്യൂസ്ലി പറഞ്ഞു പോയത്. പിന്നെ സ്റ്റേജ് 2 ആണ്. സ്റ്റേജ് 1നെ പോലെ വീണ്ടും മൈനോട്ട് കാര്യങ്ങൾ പറയാനും പോകാനുള്ള സമയം നമുക്കില്ല. നമുക്ക് കുറച്ച് അഡ്വാൻസ് ആയിട്ട് പഠിക്കേണ്ട സമയമായിട്ടുണ്ട്. സോ ആ രീതിയിൽ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുക. മാക്സിമം ഫാസ്റ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. സ്പൂൺ ഫീഡിങ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളൊക്കെ നമുക്ക് ഒരു ഹയർ ക്ലാസ്സുകളോട് പോകുമ്പോഴും അല്ലെങ്കിൽ ഹയർ കോമ്പറ്റീവ് എക്സാംസിൽ പോകുമ്പോഴും സ്പൂൺ ഫീഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ ഒരിക്കലും നമ്മൾ എക്സ്പെക്ട് ചെയ്യരുത്. കാരണം ആസ് സൂൺ ആസ് പോസിബിൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് തീർക്കുക, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യുക, അത് ചെയ്ത് തീർക്കുക, അടുത്തോട്ട് മൂവ് ചെയ്യുക. ആ ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി ഇതുപോലെ ബാക്കിയുള്ള കണ്ടിന്യൂഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ വരും. അതുവേണ്ടി സ്റ്റേ ട്യൂൺഡ്. Okay, bye bye.